അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ അവതീർണമായ വിശുദ്ധ മാസത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ. ആ വിശുദ്ധ ഖുർആനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുക എന്നതാണ് വിശുദ്ധ റമളാനിൻ്റെ പകലുകളിൽ വ്രതമനുഷ്ഠിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതും, അതോടൊപ്പം വിശുദ്ധ റമളാനിൻ്റെ രാവുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായി നമസ്കാരങ്ങളിൽ ഏർപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചതിൻ്റെയും താല്പര്യം നമ്മുടെ ശാരീരിക വികാരങ്ങളെ പിടിച്ചു നിർത്തുകയും നമ്മുടെ ഹൃദയവികാരങ്ങളെ ഖുർആനിനനുകൂലമായി തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയാം, റമളാൻ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴും ഖുർആനിൻ്റെ ഇരിപ്പിടം നമ്മുടെ മേശപ്പുറങ്ങളിലാണ്, നമ്മുടെ അലമാരകളിലാണ്, നമ്മുടെ ലൈബ്രറികളിലാണ്. അടച്ചു വെക്കപ്പെട്ട ഒരു പുസ്തകമായി അത് മാറിപ്പോവുകയാണല്ലോ. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് കൈമാറുമ്പോൾ ഈ കടലാസുകളിലായിരുന്നില്ല അതിൻ്റെ ഇരിപ്പിടം, മറിച്ച് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നല്ലോ. ഇന്ന് മഷി പുരണ്ട കടലാസുകളിൽ അത് ഒതുക്കപ്പെട്ടു പോവുകയാണോ? വളരെ കനപ്പെട്ട തഫ്സീറുകളും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഖുർആനിൻ്റെ വിശദാംശങ്ങളും അടങ്ങിയ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്ക് മുമ്പിലുള്ളപ്പോഴും ഖുർആനിൻ്റെ വികാരങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് നമ്മൾ ഏറെ അകന്നു പോവുകയാണോ? നമ്മൾ ആത്മവിചാരണ ചെയ്യേണ്ട സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ 23-ാമത്തെ വചനം അതാണിവിടെ എൻ്റെ മുമ്പിലുള്ളത്. അള്ളാഹു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ടമായ വചനം അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബം മുതശാബിഹൻ മസാനിയ, ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട പരസ്പര സാദൃശ്യമുള്ള യോജിപ്പുള്ള വളരെ മനോഹരമായ ഗ്രന്ഥം നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അത് മനോഹരമായതുകൊണ്ട് തന്നെ, ആവർത്തിച്ചുറപ്പിക്കപ്പെട്ട മനോഹരമായ ആശയങ്ങളായതുകൊണ്ട് തന്നെ, തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ അവരുടെ ശരീരം, അവരുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അവർ അപ്പാടെ തന്നെ ഹർഷപുളകിതരായി പോകുന്നു, രോമാഞ്ചപുളകിതരായി പോകുന്നു. പിന്നീട് സുമ്മ തലീനു ജുലൂദുഹും വ ഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, എന്നിട്ട് പതുക്കെ അവരുടെ ശരീരവും ഹൃദയങ്ങളും തരളിതമായി അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് താദാത്മ്യപ്പെടുകയും ചെയ്യുന്നു. ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മയ്യശാ, അത് അള്ളാഹുവിൻ്റെ സന്മാർഗ ദർശനമാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അതവൻ നൽകുന്നു. എന്നാലോ വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ആരെയെങ്കിലും പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് നേർമാർഗമരുളാൻ ആർക്കും തന്നെ സാധ്യമാവുകയില്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന്, നമ്മുടെ പാരായണം ചെയ്യപ്പെടുന്ന അന്തരീക്ഷങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഹൃദയത്തിൽ അതിന് ഇരിപ്പിടം അനുവദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ചിന്തകളായി, നമ്മുടെ വികാരങ്ങളായി, നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്ക്
ജീവനുള്ള ജീവസുറ്റ ഒരു ഖുർആനായി ഇറങ്ങി വരണം. കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചക ജീവിതം ഖുർആനായിരുന്നു എന്നാണല്ലോ. നമ്മുടെയും ജീവിതം ചലിക്കുന്ന ഖുർആനായി മാറണം. അതിനാവട്ടെ നമ്മുടെ ശ്രമങ്ങൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.